Hi friends, നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവയുടെ AMD സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പോൾ അതിന്റെ കംപ്ലയിന്റ്സ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാൻ DC മെഷീൻ ഉണ്ട്. DC മെഷീൻ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് 19 വോൾട്ടേജ് 5 ആംപിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് സിസ്റ്റം ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് 00 ആംപിയർ ഒന്നും എടുക്കുന്നില്ല. നമുക്കിത് കൗണ്ടർ ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പിന് കൊടുക്കാം. ലാപ്ടോപ്പിന് ഞാൻ കൊടുത്തു. നമുക്ക് എന്താ ചെയ്യാം? പവർ ബട്ടൺ ഇവിടെ എടുക്കുന്നുണ്ട്. കീബോർഡിലാണ് പവർ ബട്ടൺ വരുന്നത്. കീബോർഡിൽ നമുക്ക് എന്താ ചെയ്യാം? കീബോർഡിലാണ് ഈ പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ കീബോർഡിൽ നമുക്ക് പവർ പ്രസ് ചെയ്യാം. അപ്പോൾ സിസ്റ്റം ഓൺ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡിസ്പ്ലേ നോക്കാം. അപ്പോൾ സിസ്റ്റം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഓഫ് ആയി പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ കസ്റ്റമർ കംപ്ലൈന്റ്. സിസ്റ്റം ഓൺ ആകുന്നുണ്ട്. ഞാൻ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് സിസ്റ്റം ഓൺ ആയി നിന്നിട്ട് സിസ്റ്റം അറ്റ് ടൈമിൽ തന്നെ ഓഫ് ആയി പോകുന്നത് ഇതിന്റെ കംപ്ലൈന്റ്. ഓക്കെ, ഇത് നമുക്ക് എന്താ ചെയ്യുക? ഓപ്പൺ ചെയ്തിട്ട് കംപ്ലൈൻറ്റ്സ് എന്താണ് നോക്കി പോവാം. അപ്പോൾ ലാപ്ടോപ്പ് നമുക്ക് എന്താ ചെയ്യുക? ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചസ് ബ്രേക്ക് ആവുന്നത് ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചസ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാടും. ഇനി നമുക്ക് ബാറ്ററിയാണ് റിമൂവ് ചെയ്യാനുള്ളത്. ബാറ്ററി റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിലുള്ള കംപ്ലീറ്റ് സപ്ലൈ മദർ ബോർഡിലേക്ക് ഫുൾ ടൈം ഇൻസെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ കൈ തട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? ബോർഡ് ബേൺ ആവാൻ ചാൻസ്, ബോർഡ് ഡെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ബി കെയർ ചെയ്യണം. അപ്പോൾ നമുക്കിത് മാനുവലായിട്ട് സ്വിച്ച് ചെയ്യാം. മാനുവലായിട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ. അപ്പോൾ അത് ഏത് പിന്നാന്നുള്ളത് കൺഫർമേഷൻ സ്കീമാറ്റിക് പോയിട്ട് നോക്കിയിട്ട് വേണം സാധനം ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ IO കംപ്ലൈന്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ബി കെയർ ചെയ്യാം. ഓക്കെ, അതിന് നമ്മൾ DC മെഷീൻ നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നു. നമ്മൾ DC മെഷീൻ ഓൺ ആണ്. നമുക്ക് കൗണ്ടറിന് കൊടുക്കാം. കൗണ്ടറിന് ഞാൻ കൊടുത്തു. എന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക? ഇത് മാനുവലായിട്ട് സ്വിച്ച് ആക്കാം. അപ്പോൾ ഫാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ആകുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ പോയി നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഇത് ഓഫ് ആകുന്നുണ്ടാവും നോക്കാം. അപ്പോൾ ഇതിന് ആക്ച്വൽ കംപ്ലൈന്റ് വരുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് മേ ബി ഇത് കീബോർഡ് കംപ്ലൈന്റ് ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ കീബോർഡ് കംപ്ലൈൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡ് കോമൺലി എങ്ങനെയാ വെച്ചാൽ ഇതാണ് കീബോർഡിന്റെ കണക്ടർ വരുന്നത്. ഈ കീബോർഡിന്റെ ഫുള്ളി കൺട്രോളിങ് വരുന്നത് ഈ IO എന്ന് പറഞ്ഞ IC ആണ്. അപ്പൊ കീബോർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻസ് ഒന്നും നടക്കൂല. ഫംഗ്ഷൻസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എന്തെയില്ല, പ്രോപ്പർ വർക്കിംഗ് ആവില്ല. അതേമാതിരി ഷട്ട് ഡൗൺ ആകുക, അല്ലെങ്കിൽ സംടൈം റീസ്റ്റാർട്ട് ആകുക. പല ഡിഫറൻസ് കംപ്ലൈൻസും ഈ IC കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഈ IC കംപ്ലൈന്റ് ആയാലും ഇതേമാതിരി വരും, അതല്ലെങ്കിൽ കീബോർഡ് കംപ്ലൈന്റ് ആയാലും ഇതേമാതിരി വരും. പിന്നെ ഡിഫറെന്റ് മെത്തേഡിലാണ് ഈ കംപ്ലൈൻസ് വരിക. ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രസന്റ് കണ്ടീഷനിൽ നമുക്ക് മനസ്സിലായത് ഇത് കീബോർഡ് ഡിസ്കണക്ട് ചെയ്തിട്ട് മാനുവൽ ആയിട്ട് സ്വിച്ച് ചെയ്തപ്പോൾ സിസ്റ്റം വർക്കിംഗ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ടൈം ഇത് എങ്ങനെയാ വെച്ചാൽ ഇതിങ്ങനെ ലോഡിങ് ഇത്ര ടൈം കാണിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കിടക്കുന്നത് ഹാർഡ് ഡിസ്ക് ആണ്. SSD ആണെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിട്ടാണ് ലോഡ് ആവുക. പിന്നെ പല ടൈമിൽ ഇത് റീസ്റ്റാർട്ട് ഓഫ് ആയതുകൊണ്ട് കസ്റ്റമറൊക്കെ ഇതേമാതിരി പല ടൈമിലും പല വട്ടത്ത് ഓഫ് ആയി കിടക്കുന്നു. അഥവാ സിസ്റ്റം ഓൺ ആവും, അപ്പൊ തന്നെ അറ്റ് ടൈമിൽ തന്നെ അത് എന്ത് ചെയ്യും? ഓഫ് ആയി പോകും. അപ്പൊ എന്താ വെച്ചാൽ ഹാർഡ് ഡിസ്കിൽ ബാഡ് സ്ക്രിപ്റ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അതിന്റെ ഫയലൊക്കെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ടൈമുകളൊക്കെ ലോഡിങ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ കംപ്ലൈൻസ് നമുക്ക് എന്താ വെച്ചാൽ ഫിക്സ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി ഇത് ലോഡ് ആയിരുന്നില്ല. കുറച്ച് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് ഓഫ് ആയി പോകുന്നു ഇതിന്റെ കംപ്ലൈൻസ്. അപ്പോൾ ഈ കീബോർഡ് എന്താ ചെയ്യുക? നമുക്ക് അയച്ചിട്ട് വേറെ കീബോർഡ് നമുക്ക് ഫിക്സ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ നമ്മൾ മദർ ബോർഡ് പുറത്തെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മദർ ബോർഡ് ബെൻഡ് ആവാൻ പാടില്ല. ബെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPU ബോർഡ് ബ്രേക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. നോ ഡിസ്പ്ലേക്ക് ചാൻസ് കൂടുതലാണ്. അപ്പൊ കീബോർഡ് നമുക്ക് ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബുഷ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ കീബോർഡ് വന്നിരിക്കുന്നത് ക്വാളിറ്റി കീബോർഡാണ്. അപ്പൊ നമുക്ക് കീബോർഡ് പഞ്ച് ചെയ്യാം. കീബോർഡ് പഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ കീബോർഡിന്റെ ഫിറ്റിംഗ്സ് പക്ക ഓക്കെയാണ്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ പോവുക. നമുക്ക് കീബോർഡാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ കീബോർഡ് ടെസ്റ്റർ എന്നുള്ളത് ഗൂഗിളിൽ അടിക്കുക. ഓൺലൈൻ കീബോർഡ് ടെസ്റ്റർ. അപ്പൊ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ അടിച്ചു കൊടുക്കുക, എൻ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആവുന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം. 1, 2, 3 നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഫുള്ളായിട്ട് പോകും. കണ്ടില്ലേ? ഇതേമാതിരി ചെക്ക് ചെയ്താൽ കീബോർഡ് കീ വർക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലാകണം നമുക്ക്. ഓക്കെ, അമ്പേഴ്സ് ഫുള്ള് ഓക്കെ. ആരോ ബട്ടന് ലെഫ്റ്റ്, റൈറ്റ്, ഡെല്ല് ഓരോന്ന് ഈച്ച് വൺ ഉണ്ടാവും. ഈച്ച് വൺ ഓരോന്ന് ഫിക്സ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സ്പേസ്, ലെഫ്റ്റ്, റൈറ്റ്, മൗസ് ബട്ടണ്, ആൾട്ട്,
സോറി, ബട്ടൺസ് ഫുള്ളായിട്ട് എന്താ ചെയ്യാ, നമുക്ക് ഇതേമാതിരി ഓർഡർ ആക്കിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ യഥാർത്ഥ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഇതിന്റെ കംപ്ലൈൻസ് എന്താണെന്നുള്ളത്. സിസ്റ്റം ഓൺ ആകുന്നുണ്ട്, ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻലി ഓഫ് ആയി പോകും ഇതിന്റെ കംപ്ലൈൻസ്. അപ്പൊ ഈ കംപ്ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതേമാതിരിയുള്ള കംപ്ലൈൻസ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.